കുട്ടി സഖാവ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മെറ്റ പൂട്ടി. തൊട്ടു പിന്നാലെ CPMന്റെ കേരളത്തിലെ അധികായൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ പിണറായി വിജയൻ കുട്ടികളെ നേരിട്ട് വിളിച്ചു. മെറ്റ എന്തായി എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യവും നമ്മൾ തിരിച്ചുവരുമെന്ന കുട്ടി സഖാക്കളുടെ മറുപടിയുടെയും ആവേശത്തിലാണ് വിപ്ലവ കേരളം. തിരൂർ വെട്ടം പഞ്ചായത്തിലെ മുറുവഴിക്കൽ ഹെൽത്ത് സെന്റർ യൂണിറ്റിലെ ബാലസംഘം കൂട്ടുകാരായ മുഹമ്മദ് സിയാന്റെയും സുഹൃത്തുക്കളുടെയും വീഡിയോ വൈറലായതിനു പിന്നാലെ സുക്കർബർഗ് ഒരു കാര്യം ഉറപ്പിച്ചു: ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. കമ്മ്യൂണിസം കുട്ടികളുടെ സിരകളിൽ പടർന്നാൽ ആപത്താണെന്ന് സുക്കൻബർഗ് തീരുമാനിച്ചതിനു പിന്നിൽ എന്താണാവോ? ഏതായാലും സംഭവത്തിന്റെ നാൾ വഴികൾ ആരെയും ത്രസിപ്പിക്കും. കഴിഞ്ഞ ദിവസമാണ് കുട്ടി സഖാക്കളുടെ ഇൻസ്റ്റയിൽ ബാലസംഘം കൂട്ടുകാർ അർമാദിച്ചത്. ഇതാണ് ഞങ്ങളെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടോനാണ് ബാലസംഘ പ്രസിഡന്റ്. ഞാൻ പിന്നെ ഞങ്ങൾക്ക് സാധനം കാണിച്ചതാ. ബാലസംഘ സെക്രട്ടറിനെ കാണിച്ചതാ. ഈ പൊന്നെങ്ങനെന്നാ ഈ ഫോണൊന്ന് പിടിച്ചാ ഇന്ന് ഫോട്ടോ എടുക്കാനേ. സഖാക്കളെ വീഡിയോ ആണ്. ലാൽ സലാം സഖാക്കളെ. ഞാനാണ് ജോയിന്റ് സെക്രട്ടറി. എല്ലാം സസൂക്ഷ്മ നിരീക്ഷിച്ച സുക്കർബർഗിന് അപകടം മണത്തത്രേ. ലോകത്താദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആധികാരികമായി പരാജയപ്പെട്ട വർഷമാണ് 2026. ജൻസിക്കപ്പുറം വളർന്നു വരുന്ന പിഞ്ചുബാല്യങ്ങളും കമ്മ്യൂണിസത്തെ പുൽകുന്നതിന്റെ ആശങ്കയും അപകടവും ചെറുതല്ല. എന്നാൽ പിന്നെ ബാലസംഘം കൂട്ടുകാരുടെ അക്കൗണ്ട് അങ്ങ് പൂട്ടിക്കാം തീരുമാനമായി. പിന്നാലെ അക്കൗണ്ടിന് ലോക്ക് വീണു. അപ്പോൾ പിന്നെ RSSന്റെ വടിവാളുകൾക്ക് മുന്നിലൂടെ തലയുയർത്തി നടന്ന ഇരട്ടച്ചങ്കൻ തന്നെ വിഷയത്തിൽ ഇടപെടണമെന്ന് ജൻസികളുടെ കടന്നൽ കൂട്ടം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജൻസികളുടെ പ്രാധാന്യവും സ്വാധീനവും നന്നായി അറിഞ്ഞ പിണറായി സ്വതസിദ്ധമായ ധാർഷ്ട്യവും ഗൗരവവും വെടിഞ്ഞു. പിന്നെ തിരൂരിലെ ബാലസംഘം കൂട്ടുകാരെ നേരിട്ടങ്ങ് വിളിച്ചു: ലാൽ സലാം സഖാക്കളെ, എല്ലാം നന്നായി വരട്ടെ. മെറ്റ എന്തായി എന്ന ചോദ്യം ആവർത്തിക്കുന്നതിനിടെ മുഹമ്മദ് സിയാന്റെ ചോദ്യം: എന്താ വർത്താനം, നിങ്ങൾക്ക് സുഖല്ലേ? ഹലോ, ആരാണ് മുഹമ്മദ് സമീർ? ആരാ? നീയാണല്ലേ? മോനിപ്പോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിലാ. അതാരാ കൂടെയുള്ളതാരാ? വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ്. ഓ, മറ്റേതോ? പ്രസിഡന്റാണ്. ഓഹോ, അപ്പൊ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം കൂടെ ഉണ്ടല്ലേ? ഉഷാറല്ലേ? മെറ്റയോടെന്തായി? മെറ്റയോടെന്തായി? അത് നിലവിലൊന്നും ആയിട്ടില്ല. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് സഖാവേ. ശരി ശരി ശരി. നിലവിലൊന്നും വന്നിട്ടില്ല, റീപ്ലൊന്നും വന്നിട്ടില്ല. പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓ ഓ ഓ, നല്ലത് നല്ലത്. ഓക്കെ ഓക്കെ, സന്തോഷം. വിളിച്ചതിന് സന്തോഷം. മുഹമ്മദ്. ഓ, ഓക്കെ, എല്ലാ ആശംസകളും കേട്ടാ. ലാൽസലാം. ഒരു മിനിറ്റ് സഖാവേ, ഒരു മിനിറ്റ്. സെക്രട്ടറി വന്നിക്കണ്. സെക്രട്ടറി ആണല്ലേ? എന്താ പേര്? ദിയ ഹസൻ. ഓ ഓ, അപ്പൊ നിങ്ങളുടെ യൂണിറ്റിന് എല്ലാ ആശംസകളും കേട്ടാ. നല്ല ഉഷാറായിട്ട് നോക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ച പ്രവർത്തകനോട് നാടിന്റെ നായകൻ പിണറായി വിജയൻ വീട്ടിൽ പോയി ചോദിക്കുകയെന്ന് പറഞ്ഞത് ഓർത്താവാം. ചോദ്യം കേട്ട് ലോകമലയാളി ഞെട്ടി. പക്ഷേ പുതിയ കാലത്തെ രാഷ്ട്രീയ പരീക്ഷണങ്ങളിൽ വിജയതീരമണിഞ്ഞ പൂക്കി മുഖ്യമന്ത്രി VD സതീശന്റെ നേരനുഭവം കണക്കിലെടുത്താവാം. എല്ലാം ശരിയാവും, നല്ലതേ വരൂ, ഉഷാറാക്കൂ എന്നെല്ലാം പിണറായി വിജയൻ പറഞ്ഞത്. ഏതായാലും ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാവണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിലെന്ന് മഹാകവി വള്ളത്തോൾ ചെറുതുരുത്തിയിലെ ഭാരതപ്പുഴയുടെ തീരത്തിരുന്ന് പാടിയതാണ്.
തിളയ്ക്കണം ചോര എന്ന് കമ്മ്യൂണിസത്തിന്റെ ആപ്തവാക്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അട്ടിപ്പേറവകാശപ്പെടുന്ന സുക്കർബർഗിനും തോന്നി. ബാലസംഘം കുട്ടികൾ വിപ്ലവ കേരളത്തെ 1957 നയിക്കുമ്പോൾ ചിന്താവിഷ്ടിയായ ശ്യാമളയാവാൻ സുക്കർബർഗിനാവില്ല. ഒറ്റ തീരുമാനം, ഒറ്റ നടപടി. ബാലസംഘം ഇനി ഇൻസ്റ്റയിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ വളർത്തണ്ട. അതായത് ബാലസംഘത്തെ മെറ്റ പൂട്ടി എന്ന്. എന്നാൽ അറിയുന്ന ഒരു കാര്യം പറയാം. ആര് പൂട്ടിയാലും കനലൊരു തരി മതി, എല്ലാം കത്തിക്കാൻ എന്നറിയുക. ദാറ്റ് ഈസ് നോൺ ആസ് കമ്മ്യൂണിസം. പൊളിറ്റിക്കൽ ഡെസ്ക്, നിലമ്പൂർ വിഷൻ.